എനിക്ക് ഇവിടെ എത്താനുണ്ടായ കാരണം ഉപ്പുമുളക് തന്നെയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു 5-6 ബാഗൊക്കെ തൂക്കി ഓരോ ലൊക്കേഷനിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോലും പിന്നെ പൈസ ഒന്നും ഇല്ല, കയ്യിലെല്ലാം തീർന്നു. പക്ഷെ എന്നാലും ആ കൃഷ്ണനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ജീവിതം മാറി മറിഞ്ഞ്. അപ്പോൾ ദുൽഖർ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഫുള്ള് ബൗൺസേഴ്സ് ആയിരിക്കും. പുള്ളി നടന്നു വരുമ്പോൾ ഫുൾ ഫാൻസാണ്. നമുക്ക് ഭയങ്കര രസമല്ലേ കാണാൻ. ഫുൾ ഫാൻസ് വരുന്നത് ഉപ്പുള്ളിലേക്ക് മാറ്റി പുള്ളി കയറിയിരിക്കുന്നു. പുള്ളി സിംപ്ലസ്റ്റ് ഓഫ് സിംപ്ലസ്റ്റ് മനുഷ്യനാണ്. മുടി ഉണ്ടല്ലോ, പുള്ളിക്കാരുടെ മുടി കമ്പി വെച്ചാൽ പിന്നി വെച്ചേക്കണത് മണിച്ചേട്ടൻ്റെ അമ്മയുടെ. അപ്പോൾ മുകേഷ് ചേട്ടൻ്റെ അമ്മയാണ് ആ ക്യാരക്ടർ. അതെങ്ങനെ ഇപ്പൊ നമ്മള് ഏത് കുട്ടികളോട് ചോദിച്ചാലും ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു രക്ഷയില്ലാത്ത നടൻ. അന്ന് പുള്ളി സിമ്പിളാണ്, ഭയങ്കര സിമ്പിൾ ലൊക്കേഷൻ വരും. അന്നും ഇവിടെ കണ്ണ് ഞാൻ പഠിക്കാറുണ്ട്. ഭയങ്കര പവറാണ് പുള്ളിക്ക്. ഭയങ്കര പവറാ കണ്ണിന്. ഞാൻ ആമേനെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കുട്ടി ഭയങ്കര സിമ്പിളാണ് അല്ലേ, എവിടെയൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ എനിക്ക് ഒരു അതിനകത്ത് നായകനാണ്. ഞങ്ങൾ അപ്പുറത്ത് ഷൂട്ടിങ്ങിന് 2 പ്രാവശ്യം ഷൂട്ട് ഉണ്ടായിരുന്നു മമ്മൂക്കാനെ. അപ്പോഴൊക്കെ ഞങ്ങളെ അങ്ങോട്ട് വിളിപ്പിക്കും. മിനി സ്ക്രീന് പോലും പുള്ളി വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള. ഉപ്പുമുളകിന്റെ ഭയങ്കര ഫാനാ. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ എന്നുള്ള രീതിയിൽ നോക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ നമസ്തേ പറഞ്ഞാൽ പോലും ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും സ്നേഹം ആവശ്യമാണ്, സ്വാതന്ത്ര്യവും വേണം. അതിൻ്റെ ഒപ്പം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചിങ്ങനെ അമുക്കി വെക്കാൻ പറ്റില്ല അല്ലേ. സമത്വം വേണം ഇല്ലേ. നമുക്ക് സമത്വം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ? ഇപ്പൊ ഞാൻ പുരുഷനാണ്, നീ സ്ത്രീയാണ്, അങ്ങനെ ശരിയാവാ? ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തു ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ. കൂടെയുള്ളത് നിഷ സാരംഗം, ഹേമന്ത് മേനോനാണ്. നമസ്കാരം. നമസ്കാരം. എഴുത്തോല എന്ന സിനിമയായിട്ടാണ് ഇപ്പോൾ ഇവിടെ മുന്നിൽ വന്നിട്ടുള്ളത്. എഴുത്തോല ഇന്നത്തെ ഒരു കാലത്ത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഫീൽ ചെയ്യുന്നത്, ആ ഒരു സിനിമയും അതിലെ കഥയൊക്കെ? ഇന്നത്തെ കാലഘട്ടത്തിൽ വരേണ്ട ഒരു മൂവിയാണ്. കാരണം വെച്ചാൽ നമ്മളിൽ നിന്നൊക്കെ എവിടേക്കോ മറഞ്ഞു പോയ ഒരു കാലഘട്ടവും അതിൻ്റെ കഥ പറയാനായിട്ട് പുറത്തു നിന്ന് വരുന്ന ഒരു പയ്യൻ ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ പ്രേക്ഷകരെ കൊണ്ടുപോകുക എന്നുള്ളൊരു കാലത്ത് ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സമ്പ്രദായമാണ് ഈ എഴുത്തോലയെ പഠിപ്പിക്കുന്നത് പറയുന്നതൊക്കെ. കുറച്ചു കാലം മുമ്പ് വരെ വളരെ ആക്റ്റീവ് ചെയ്യുന്ന സംഭവം, ഒരു 10-20 വർഷം മുമ്പ് വരെ ആക്റ്റീവ് സംഭവം ഉണ്ടായി. ഇതെല്ലാം 30 വർഷം മുമ്പ് വരെ. അപ്പോൾ 30-40 വർഷം കിട്ടി. അപ്പോൾ പക്ഷെ ആ സമയത്ത് ഇത് വളരെ കോമൺ, പല സ്ഥലങ്ങളും വളരെ കോമൺ സംഭവമായിരുന്നു. അപ്പോൾ അത് ആശാത്തി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവും, ഇദ്ദേഹം ചെയ്ത ക്യാരക്ടർ. അപ്പോൾ അവർ കുട്ടികളെ ഒരുമിച്ചിരുത്തി എഴുത്ത് പഠിപ്പിക്കുന്നു, അവരൊരു ഫാമിലി കൊണ്ടുവെക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഒത്തൊരുമയുടെ സിനിമയാണ് ഈ സിനിമ. ബേസിക്കലി പറയാൻ തീം അതാണ്. അതായത് ആ ഒരു ഒത്തൊരുമ, ആ ഒരു സ്നേഹവും ഒക്കെ ഒരുമിച്ച് വന്ന് പിന്നെ അതെങ്ങനെ കുറച്ച് ഇവോൾവ് ആയി വരുമ്പോൾ സ്കൂൾസൊക്കെ വന്നു തുടങ്ങുമ്പോൾ എങ്ങനെ ഇവരുടെ ലൈഫ് മാറുന്നു, എന്ത് സംഭവിക്കുന്നത്, ഇതൊക്കെ പറയുന്ന സിനിമ ബേസിക്കലി. അപ്പോൾ ഒരുപാട് ഫാമിലി ഇമോഷൻസ് പറഞ്ഞു പോകുന്നുണ്ട്. ഈ അശക്തിയുടെ ക്യാരക്ടറിൻ്റെ ഒരു എവല്യൂഷൻ, അതായത് ഒരു 40 വയസ്സ് 50 വയസ്സ് അങ്ങനെ 75 ഇയേഴ്സിൽ അവരുടെ ഒരു ലൈഫിലെ ജേർണിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചേച്ചി പഠിപ്പിച്ച് വിട്ട ഒരു പയ്യനാണ്. ചെറുപ്പത്തിൽ അയാൾ വലിയ ആളായി സക്സസ്ഫുള്ളായി പുറത്ത് വർക്ക് ചെയ്യണം. പുള്ളിക്ക് കുട്ടിയുണ്ടായി. അപ്പോൾ കുട്ടിയെ എഴുത്തി നിർത്തുമ്പോൾ അയാൾക്കൊരു ആഗ്രഹമാണ്, എൻ്റെ കുട്ടി ഇവരുടെ എഴുത്തി നിർത്തുന്ന ഒരു ആഗ്രഹം പുള്ളി പറയണം. അങ്ങനെ പുള്ളി നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കാണാൻ ടോട്ടൽ ഡിഫറെൻ്റ് ആയ സാഹചര്യങ്ങളാണ്. അതുപോലെ ഒരുപാട് അവാർഡുകളും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ അവാർഡ് 13 അവാർഡ്. അതെ. അപ്പോൾ ഈ ഒരു ആശാത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഈ ഒരു സിനിമയിൽ എത്തുന്നത്. അതുവരെ കണ്ട ഒരാളെ അല്ല ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ? ശരിക്കും നല്ല ചലഞ്ചിങ് തന്നെയാണ്. പിന്നെ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് പറ്റുമെന്നുള്ളത് എനിക്ക് ഡൗട്ടായിരുന്നു. അവർ ഏൽപ്പിക്കുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട്. എന്നെയാണോ വിളിച്ചെന്നല്ലോ ഞാൻ സംശയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയെങ്കിലും അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ടും ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും പിന്നെ ശങ്കരേട്ടൻ, അങ്ങനെ എല്ലാവരുടെയും അവിടെ നിന്ന് ആ ലൊക്കേഷനിലെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. ഈ എഴുത്തോലയിൽ എഴുതുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ചേച്ചിക്ക് അങ്ങനെ എഴുത്തോലയിൽ എഴുതേണ്ട അങ്ങനത്തെ പ്രാക്ടീസ് ഒക്കെ അവിടെ സിനിമയ്ക്ക് മുന്നേ തന്നെ അവിടെ ഈ ആശാത്തി എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടായിരുന്നതാണ് ഒറിജിനലായിട്ട്. അതായത് നമ്മുടെ ഡയറക്ടറുടെ ഒറിജിനൽ ആശാത്തിയാണ് ഞാൻ ചെയ്ത കഥാപാത്രം. അപ്പോൾ ആശാത്തിയുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ എഴുതുന്നതും പഠിപ്പിക്കുന്നതും ഓലയിൽ ഇങ്ങനെ എഴുതുന്നതൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നിരുന്നു. പക്ഷെ ചില പരിമിതികൾ മൂലം നമുക്ക് സിനിമയിൽ എഴുതേണ്ടി വന്നില്ല, എഴുതിയതാണ് കൊണ്ടുവന്നത്. എളുപ്പമാണ് എഴുതുക എന്ന് പറയുന്നത്. അത് അവരിങ്ങനെ ഒരു വിരലിങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആ എഴുതുന്നതാണ് ഒരു
എന്താണ് എഴുത്താണി എന്ന് പറഞ്ഞിട്ട് അവതരിച്ച് ഇങ്ങനെ എഴുതുകയാണ്. അത് അവർക്കാണ് കൂടുതൽ, നമുക്ക് പിന്നെ പഠിപ്പിച്ചതുകൊണ്ടെന്ന് ഒരു പാടാണ് എഴുതാൻ. ഹേമന്തിലേക്ക് വരുമ്പോൾ ഹേമന്തിന്റെ ലുക്ക് ടോട്ടലി ചേഞ്ച് ആയി വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടൊരു ഹേമന്തി അല്ല ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോഴും ഈ സിനിമയിലേക്ക് വരുമ്പോഴും അതെ ലുക്ക് ബേസും അതുപോലെ ക്യാരക്ടർ ബേസിലും ഒരുപാട് പരീക്ഷണങ്ങൾ ഇപ്പൊ നടത്തുന്നുണ്ടോ? അതെ, വളരെ അടുത്താണ് സിനിമയെ ഒരു സീരിയസ് ആയി അപ്രോച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ലുക്സിൽ മാറ്റം വരുത്തണം, ഫിസിക്കലി ഒന്നൊരു ഫിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നല്ല സിനിമകൾ വരുന്നുണ്ട്. നമ്മൾ അപ്ഡേറ്റഡ് ആവണമല്ലോ, നമ്മളങ്ങനെ ശ്രമിക്കുന്നു. ഇപ്പം തമിഴിൽ 2 മൂവീസ് റിലീസ് ആവാനുണ്ട്, ഒരു തെലുങ്ക് മൂവി നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു കന്നഡ മൂവി ചെയ്തു, മലയാളത്തിൽ 3 മൂവീസ് റിലീസ് ചെയ്യാനുണ്ട്, 2 മൂവീസ് തുടങ്ങാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഗ്യാപ്പ് എടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് ഞാൻ ഈ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ഉഴപ്പിയിരുന്നു സത്യം പറഞ്ഞാൽ, എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞാനത് വളരെ സീരിയസ് കണ്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന് നല്ല ഒരുപാട് മൂവീസ്, ശങ്കർ സാർ ഡയറക്ടർ സിനിമ അഭിനയിക്കുന്നതാണ്, എരുക്കുന്ന സിനിമയുടെ പേര്. അതെനിക്കൊന്ന് വളരെ നല്ലൊരു സിനിമയാണ്, നല്ല ഔട്ട് വന്നിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞു, ലണ്ടനിലാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ ഒരുപാട് നല്ല ഹോപ്പ്ഫുൾ സിനിമകളാണ് ഇപ്പോൾ നല്ല സിനിമ വരുന്നത്. ഈ ശങ്കർ എന്ന പ്രൊഡ്യൂസർ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് സെറ്റിലാണെങ്കിലും പൊതുവിലാണെങ്കിലും? പുള്ളി ഒരു പ്രൊഡ്യൂസറായിട്ടല്ല നിൽക്കുന്നത്, ഡയറക്ടറായിട്ടല്ല നിൽക്കുന്നത്, നടനായിട്ടല്ല നിൽക്കുന്നത്, സാധാരണ ഒരു മനുഷ്യനെ പോലെ. എവിടെ അങ്ങനെ ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഡയറക്ട് ചെയ്തിട്ടാണെങ്കിലും അദ്ദേഹം വളരെ ജെനുവനായിട്ട് ശാന്ത വളരെ സൈലന്റ് ആണ്. നമ്മൾ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, കംഫർട്ടബിൾ ആക്കുന്ന ഒരു സ്വഭാവം. ഞാനിപ്പോ അഭിനയിക്കുമ്പോൾ പോലും ശങ്കരേട്ടൻ ലൊക്കേഷനിലുള്ളപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് വരുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ ഓരോ ഷോട്ട് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് ഡൗട്ടാണല്ലോ, മൊത്തം എനിക്ക് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കും, മോണിറ്ററിന് മുമ്പിൽ ഡയറക്ടറുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ശരിയായോ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കുഴപ്പമില്ല, വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് അതൊരു ആ വേർഡാണ് നമ്മളെ പിന്നെ അതുപോലെ ചേച്ചിയിലേക്ക് വരുവാണെങ്കിൽ, ചേച്ചി ഇപ്പോൾ കൊച്ചുകുട്ടിയുടെ അമ്മ മുതൽ 24 വയസ്സുള്ള മുടിയൻ്റെ അമ്മ വരെയായിട്ടാണ് സീരിയലിലൂടെ വരുന്നത്. ഒരു പക്ഷേ ഉപ്പും മുളകും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അതിലെത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ലൈഫിൽ സംഭവിക്കാന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉപ്പുമുളകും ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷെ ഞാനിന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് ഇവിടെ എത്താനുണ്ടായ കാരണം ഉപ്പുമുളക് തന്നെയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു 5-6 ബാഗൊക്കെ തൂക്കി ഓരോ ലൊക്കേഷനിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, പഴയതുപോലെ സീരിയലുകളിൽ അഭിനയിച്ച് നടക്കുന്നുണ്ടാവും. ഇപ്പോഴും ആളുകൾ കാണുമ്പം അമ്മ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അതെ 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 അതായിരിക്കും. ഞാൻ എപ്പോഴും ഒരു ലൊക്കേഷൻ വന്നിട്ട് എല്ലാവരും വിജയട അല്ലെങ്കിൽ മറ്റേ കേശു ശിവ അമ്മ, അപ്പോൾ ഞാൻ എനിക്ക് സന്തോഷത്തോടെ, എനിക്ക് സത്യം പറയാൻ എനിക്കത് ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് കുട്ടികളെന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിനെ തൊട്ട് ഞാൻ എൻ്റെ അമ്മയോടൊക്കെ പറയും എനിക്ക് വലുതാകുമ്പോൾ കുറേ കുട്ടികളുള്ളതൊക്കെ. അപ്പോൾ അതെനിക്ക് കുറേ കുട്ടികൾ വേണ്ടത് ഞാൻ എൻ്റെ അമ്മയോട് ചെറുതിലേ പറയുന്നത്. അപ്പോൾ അതെനിക്ക് ദൈവം ഇങ്ങനെ ആക്ട് ചെയ്യാൻ വന്നപ്പോൾ ചെല്ലിടത്ത് നല്ല കുറേ കുട്ടികളുണ്ടാവും, എവിടെ ചെന്നാലും കുറേ കുട്ടികൾ. അത് ഭയങ്കര ചേച്ചിയുടെ ഒരു ആസ് ആൻ ആക്ടർ ഒരു വലിയൊരു ഗ്രോത്ത് ആണ് ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം നമ്മൾക്ക് ഓഫ് കോഴ്സ് ഒരു വലിയ സംഭവമാണ്, പക്ഷേ അതിനകത്ത് ഒരേ സംഭവം നമ്മൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് ഒരുപാട് ചാലഞ്ചിങ് സംഭവങ്ങളുണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് ഇമോഷൻസ് ഉണ്ട്. ഇത്രയും നമ്മൾ കാണുന്ന ഒരു പ്രായമൊക്കെ എത്തിയപ്പോഴൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതിനകത്ത് ഒരുപാട് എഫേർട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട്. അത് ഗംഭീരം അഭിനയിച്ചിട്ടുണ്ട്. സിനിമ വരുമ്പോൾ ചേച്ചിക്ക് ഒരു പുതിയൊരു ഓപ്പണിംഗ് ആവട്ടെ ഞാൻ ആശംസിക്കുന്നു. ഹേമന്തിന്റെ വരുമ്പോൾ തന്നെ ഡോക്ടർ ലവിലേക്ക് വരുമ്പോ 19 വയസ്സായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കോ 20-21 അല്ലെ 19 വയസ്സ്. ആ ഒരു സമയത്ത് ഒരു സീനിയർ ക്രൂവിന്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ? ഇപ്പൊ കുഞ്ചാക്കോവൻ, ഭാവൻ, അങ്ങനെ സീനിയറിന്റെ കൂടെ. അല്ല, എന്റെ ഫസ്റ്റ് മൂവി സാർ ഫാസ്റ്റ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അത് അന്ന് സാർ ഈസ് സൂപ്പർ സീനിയർ. അത് കഴിഞ്ഞ് ആക്ടേഴ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നു. കാരണം ആദ്യമായിട്ട് ഭാവനെ കാണുമ്പോൾ നമ്മൾ TV കണ്ടല്ലേ മുമ്പ് കാണുന്നത്, ഞാനത് വളരെ സാധാരണക്കാരനാണ്. അപ്പോൾ എനിക്ക് അന്നൊരു പേടി. പക്ഷേ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ചാക്കോച്ചനാണെങ്കിലും ഭാവനയൊക്കെ വളരെ ഫ്രണ്ട്ലി ആൾക്കാരാണ്. അവരിപ്പോഴും അവരൊക്കെ എസ്പെഷ്യലി കൂടുതൽ ഫ്രണ്ട്ലിയാണ്. ഭാവനയൊക്കെ നല്ല ഫ്രണ്ട്ലി ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരെ നമ്മൾ മാക്സിമം കംഫർട്ടബിൾ ആക്കിയിരുന്നു. നമ്മൾ അത്രയും ഒരു ന്യൂ കമ്മർ എന്നുള്ള സംഭവം കാണാതെ നമ്മളെ കൂടുതൽ ആളെ കണ്ട് ആദ്യ സീൻ ഓർക്കുന്നുണ്ടോ ഡോക്ടർ? ഡെഫിനറ്റ്ലി ഞാനത്, കാരണം ഫാസ്റ്റ് നമ്മളൊരു ഇങ്ങനെ കാക്കിയപ്പോൾ കൊണ്ടുവന്നതാണ് കുട്ടിയെ. കാരണം പുള്ളി കറക്റ്റ് അഭിനയിച്ച് കാണിച്ചു തരും. നമ്മൾ അങ്ങനത്തെ അഭിനയിക്കുക, അങ്ങനെ പൊന്നുകൾ നോക്കിക്കൊണ്ടു വരല്ലേ നമ്മൾ, അങ്ങനെ പുള്ളിയെ നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ ഒരു പടത്തേക്ക് വരുമ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണം, മനസ്സിലായി, ഒരു ഒന്നുമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു പാട്ടെടുത്ത് ഓർമ്മകൾ വരുന്നുള്ള പാട്ടെടുത്ത്. അപ്പോൾ അതിനകത്ത് ഞാൻ അവിടെ കോഡോട് നടന്നു വരണം, ഡാൻസ് ചെറിയ മൂവ്മെന്റ് ഒക്കെ നടന്നു വന്ന് ആ സംഭവം എടുത്ത്. എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്. കാരണം ചാക്കോച്ചൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഞാൻ സെക്കൻഡ് മൂവിയല്ലേ, ഭയങ്കര സ്റ്റിഫായിരുന്നു ഞാൻ. പക്ഷെ അതൊക്കെ നന്നായി വന്നു. ആ പാട്ട് രസമുള്ള പാട്ടാണ്. ഇപ്പോൾ ഓർമ്മ ഉണ്ടോ? പക്ഷെ അപ്പം ആ സമയത്ത് നിഷ്കുവാണ് ഞാൻ അങ്ങനെ സംഭവം. ഞാൻ ആ ക്യാരക്ടറിന്റെ അപ്പത്തെ അവസ്ഥയാണ്. കാരണം അത് അങ്ങനെ എൻ്റെ ക്യാരക്ടർ. പിന്നെ ബാക്കി ഡയറക്ടർ ബിജുവായിട്ട് നല്ല ഡയറക്ടറായിരുന്നു, പുള്ളിയുടെ ഐഡിയ ആയിരുന്നു കന്നഡ. പക്ഷെ ആക്ച്വലി ഡോക്ടറോ ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടർ കുറച്ച് കാന്തനായിരുന്നു. ഞാൻ ഭയങ്കര പാവുന്ന സമയത്തൊക്കെ. അപ്പോൾ കുറെ അതും കുറെ ഹെൽപ്പ് ചെയ്തു എനിക്ക്. ഈ ആദ്യ സീനിനെ പറ്റി പറയുമ്പോൾ, ചേച്ചിയുടെ ആദ്യ സിനിമ അഗ്നിസാക്ഷി ഒരു സിനിമ,
അത് ദേശീയ അവാർഡ് കിട്ടിയ ഒരു ചിത്രം കൂടിയാണ്. അതിൽ അഭിനയിക്കുകയാണ്. ഫസ്റ്റ് സീൻ ചേച്ചി അഭിനയിച്ച ആ ഒരു സീൻ, ഒറ്റ സീൻ അഭിനയിച്ചിട്ടുള്ളൂ. അതെ, ചെറിയൊരു സീനായിരുന്നു. ശോഭനയുടെ ഓർക്കുന്നുണ്ടോ ആ സീൻ? ആ സീൻ നമ്മൾ ആ കുളത്തിൽ വെച്ചിട്ടുള്ള സിറ്റുവേഷൻ, അത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്നെ അഭിനയിക്കാനൊന്നും പോയല്ല. അവിടെ ഞാൻ ശരിക്കും തിരുവാതിര ഞാൻ കുട്ടികളെ വിളിച്ചുകൊണ്ട് എന്നെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് പറയണത് ഇങ്ങനെ എന്താ നമ്പൂതിരി കുട്ടിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒത്തിരിയേ ഉള്ളൂ. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ എനിക്ക് വേറെ അഭിനയിക്കാൻ അറിയാൻ പറ്റത്തോണ്ട് വേറെ ഒന്നും ടെൻഷൻ ഇല്ലല്ലോ. ശോഭന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരിയെ കാണാമല്ലോ, കൂടെ നിൽക്കാമല്ലോ, അത് തന്നെ ചിന്തിച്ചുള്ളൂ. വേറെ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇൻസ്പയർ ചെയ്ത ഫസ്റ്റ് എന്ന് പറയുന്നത് അയാളെ ഞാൻ നമ്മൾ ചെയ്തു. അതായത് രാജുവേട്ടനോട് കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ കിടക്കണം, പുള്ളി വരുന്നു, പുള്ളിക്ക് എല്ലാം പുള്ളി ഒബ്സർവ് ചെയ്യും. അതായത് ആ ലൊക്കേഷനിൽ ആ ഷോട്ടിൽ എല്ലാവരും പുള്ളി ഒബ്സർവ് ചെയ്യും. എന്നെ ഒബ്സർവ് ചെയ്യും, എനിക്ക് പറഞ്ഞുതരും, എല്ലാം പുള്ളി കറക്റ്റ് ചെയ്യും. അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം നമ്മൾ പോയിട്ട് അഭിനയിക്കാനുള്ള കഷ്ടപ്പെടുമ്പോൾ പുള്ളിയുടെ സംഭവം പഠിച്ചതിന് ശേഷം എല്ലാ ആർട്ടിസ്റ്റിനും പുള്ളിക്ക് ഡയലോഗ് പറയാം, പുള്ളിക്ക് എൻ്റെത് പറയാം, എല്ലാം പുള്ളിക്ക് അറിയാം. മൊത്തം പുള്ളിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടോ. നമുക്ക് സജഷൻസ് വരും, അങ്ങനെ ചെയ്യുക എല്ലാം പറഞ്ഞാൽ അത്രയും പുള്ളി സ്റ്റഡാണ് സിനിമയെക്കുറിച്ച്. നമുക്ക് ഭയങ്കര ഇൻസ്പയറിങ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. കാരണം അത് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് എല്ലാം അറിയാം. പുള്ളി സ്ക്രിപ്റ്റൊക്കെ മൊത്തം ബൈഹാർട്ട് പുള്ളിക്ക് എല്ലാം പറയാം, നിങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. അങ്ങനത്തെ ഒരു മനുഷ്യനെ പുള്ളി. എനിക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു വാവ് ഫീൽ ഒരു ആക്ടറാണ് രാജേട്ടൻ. ഭയങ്കര രസമാണ്. സ്വന്തം പഠിക്കും, എന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞില്ല മീൻസ് അത്രയും ഷാർപ്പാണ് പുള്ളി. പറഞ്ഞേക്കാളും പുള്ളി ഒബ്സർവ് ചെയ്യും ഭയങ്കരമായിട്ട്. കുമ്പളയിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതെന്ന് വെച്ചാല് അപ്പൊ നമുക്കത് അങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാല് ഒരാൾക്ക് തെറ്റ് നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കാം. നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും അറിയാൻ പറ്റും. എല്ലാവരുടെയും നമുക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഇട്ടാലും നമ്മൾ മറ്റൊന്നും മറക്കില്ല. അത് നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗം പോലല്ലേ, എന്ത് തന്നെയല്ലേ. ഇദ്ദേഹം ഈ സിനിമയും നാളെ വേറെ സിനിമയും പ്രത്യേക സിറ്റുവേഷൻ, പ്രത്യേക ലൊക്കേഷൻ ഈ ഫാസിലിന്റെ കൈകളിൽ എങ്ങനെയായിരുന്നു എത്തിപ്പെടുന്നത്? അത് ഭയങ്കര ആക്സിഡന്റിൽ എത്തിപ്പെട്ടാണ്. ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ നമ്മളെ ജോസ് പ്രകാശ് സാറിന്റെ മകനുണ്ട്, രാജൻ ജോസഫ് എന്നുണ്ട്. അദ്ദേഹം ട്രെയിനിൽ നിന്ന് കാണുകയും ചോദിച്ചു അഭിനയിക്കാൻ താല്പര്യം ചോദിച്ചു. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല സാർ, ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഒന്നും സംസാരിക്കാതെ വെറുതെ ചോദിച്ചു. ചുമ്മാ ഞാൻ ഇവിടുന്ന് വർത്താൻ പറഞ്ഞിരിക്കുന്നത്, പുള്ളിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. പെട്ടെന്ന് എന്നോട് ചോദിച്ചു താല്പര്യം ഉണ്ടോ എന്ന്. ഞാൻ ഒരു ഏതോ സ്ട്രേഞ്ചറാണ് കളിയാക്കാന്ന് ഞാൻ വിചാരിച്ചത്. ചേച്ചി പറഞ്ഞ പോലെ ഞാൻ എനിക്ക് സാർ അഭിനയിക്കാറില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ ഫോട്ടോ എടുത്തു ആ ട്രെയിനിൽ നിന്ന് ഇരുന്നിട്ട്. അന്നൊക്കെ കുറച്ച് മുമ്പല്ലേ, പുള്ളിയുടെ ചെറിയ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് പുള്ളി അയച്ചു കൊടുത്തു ഫാസിദാറിന്. വന്ന് കാണാൻ പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ കൂടെ കൂട്ടി പുള്ളി എന്നെ കൊണ്ടുപോയി ഫാസിദാറിന്റെ അടുത്തേക്ക്. അവിടുന്ന് ഓഡിഷൻ നടത്തി. അന്ന് എനിക്ക് അഭിനയിക്കാൻ പറയുന്നില്ല, നമുക്കൊരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷെ സാറിന് എൻ്റെ ലുക്സ് ആ ക്യാരക്ടർ ഭയങ്കര ഹാപ്പി തോന്നി. പിന്നെ സാറിന് ട്രെയിൻ ചെയ്ത് ഒരു 3-4 ഡേയ്സ് തിരിച്ച് ട്രെയിൻ ചെയ്ത് പുള്ളി ഹാപ്പിയായ ശേഷമാണ് ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്. ഫാസിലിന്റെ പരീക്ഷണശാലയിൽ നിന്നാണ് ഇറങ്ങിയതല്ലേ? അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. കാരണം അന്ന് എനിക്ക് 19-20 വയസ്സേ ഉള്ളൂ. ഇത് 19 വയസ്സൊക്കെ സെക്കൻഡ് മൂവി ഡോക്ടറല്ലോ. അപ്പൊ ആ സമയത്ത് ആ ക്യാരക്ടർ 30 വയസ്സുള്ള ക്യാരക്ടർ ഉണ്ട്. ചേച്ചി പറഞ്ഞാൽ 3 ഏജ് ഗ്രൂപ്പുള്ള ക്യാരക്ടർ ഉണ്ട്. ചെറുപ്പക്കാരുണ്ട്, കുറച്ച് ഏജ് ഉണ്ട്, 30 വയസ്സ് 2 പിള്ളേർ അച്ഛനൊക്കെ അഭിനയിക്കുന്നുണ്ട്. അന്ന് എനിക്ക് മീശ പോലും ഇല്ല. അപ്പൊ ഞാൻ പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും അതിശയാണ്. കാരണം ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റാ. ഞാൻ യങ് പയ്യനാണ്, ഒരു കോളേജ് പയ്യനാണ്. പക്ഷെ സാറിന്റെ വിശ്വാസം മാത്രമാണ് ഇവൻ ചെയ്യണം എന്നുള്ളത്. സാറിന് മാത്രം ആശിയായിരുന്നു, ബാക്കി ഹോൾ ടീം അഗെയിൻസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസിലെ പടം തുടങ്ങി, ചെയ്ത് ട്രാക്കായി, നല്ല ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എല്ലാം നന്നായി വന്നു. പാട്ടൊക്കെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് കാണാറുണ്ട്. എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ അതിശയാണ്. കാരണം ഒരു 30 വയസ്സുകാരെ അഭിനയിക്കാൻ എനിക്ക് അന്ന് പറ്റില്ലായിരുന്നു. പക്ഷെ സാറാണ് അഭിനയിച്ചത്. സാറ് നമുക്ക് കാണിച്ചു തരും, അങ്ങനെ തന്നെ ചെയ്യും. ബാക്കി നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാവും. അത് ഗംഭീര ഡയറക്ടർ പുള്ളി, ഭയങ്കര ടാലന്റ്. ചേച്ചി അതിനിടയിൽ കുറെ സിനിമകളിലൊക്കെ ജസ്റ്റ് വന്ന് പോയിട്ടുള്ള അത്രയും വലിയ ഡയറക്ടറുടെ ശിഷ്യനാണ്. അപ്പൊ അത്രയും വലിയ ഡയറക്ടറെ മാത്രമല്ല, അത്രയും വലിയ ഇപ്പൊ നമ്മള് ഏത് കുട്ടികളോട് ചോദിച്ചാലും ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നടൻ അല്ലേ, മാജിക്കാണ്. ആക്ടിങ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മാജിക്കാണ്. ലൊക്കേഷൻ വരുന്നു സംസാരിക്കും. അന്ന് പുള്ളി ഇതിന് മുമ്പ് ജസ്റ്റ് ഒന്നും അങ്ങനെ ആയിട്ടില്ല, തിരിച്ചു വന്ന സമയത്താണ്. അന്ന് പുള്ളി സിമ്പിളാണ്, ഭയങ്കര സിമ്പിൾ ലൊക്കേഷൻ വരും. അന്നും പുള്ളി കണ്ണ് ഞാൻ പഠിക്കാറുണ്ട്. ഭയങ്കര പവറാ പുള്ളിക്ക്. കണ്ണിന് ഞാൻ ആമേൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കുട്ടി ഭയങ്കര സിമ്പിളാണ് അല്ലേ, എവിടെയൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ എനിക്ക് ഒരു അതിനകത്തെ നായകനാണ്, ഇത്രയും വലിയ ഡയറക്ടറുടെ മകനാണ്. അതൊന്നുമില്ല കേട്ടോ, എവിടെയൊക്കെ കുത്തിങ്ങനെ ഇരിക്കുന്നത്. എനിക്കിപ്പോ നമുക്ക് ഒരു ജാടയും ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ല. നമ്മളെ പുള്ളി മൊത്തം ഉടച്ചു വാർത്ത് നല്ലൊരു മനുഷ്യനൊക്കെ പുള്ളി പുറത്തേക്ക് വിടുന്നു. ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ് അത് അല്ലേ, ക്വാളിറ്റി അത് ഭയങ്കരമാണ്. നല്ല ഒരു
അച്ഛനിൽ നിന്ന് കിട്ടിയ ഇതാണ് ആ മകനിലേക്ക് വന്നത്. പുള്ളി ആ ഒരു ഗൈഡൻസ് കൊടുക്കുന്നത്. പുള്ളി ആ ഒരു നമുക്കൊന്നും ഭാഗ്യം ഉണ്ടായിട്ടില്ല പുള്ളിയുടെ പടത്തിൽ അഭിനയിക്കുന്നത്. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളി വർക്ക് ചെയ്ത്. നമുക്ക് ഈ സിനിമ മാത്രമേ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെങ്ങനെ സിമ്പിൾ ആയിരിക്കണം. പുള്ളി അത്രയും സക്സസ്ഫുൾ ആയിട്ടോ. പുള്ളി അപ്പോഴും പുള്ളി ആരും പുള്ളി എഴുന്നേറ്റിരിക്കും. ശരിക്കും പുള്ളി ഭയങ്കര ക്വാളിറ്റിയുള്ള മനുഷ്യനാണ്. അത് നമ്മൾ കണ്ടു പഠിക്കല്ലേ. നമ്മളപ്പോ നമുക്ക് ആ ജാടാനുള്ള സംഭവം നമുക്ക് അടുത്തുകൂടെ പോകില്ല പുള്ളിയുടെ വർക്ക് കഴിഞ്ഞാൽ സിമ്പിൾ ആയി പോകും. അതുപോലെ ദുൽഖറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വൈബിന്റെ കാര്യത്തിൽ? ദുൽഖർ നൈസ്. കാരണം ഞാനൊരു ആഡ് ചെയ്തു, ദുൽഖറിന്റെ ആഡ് ഒരു പടം ചെയ്തിട്ടുണ്ട്. ആഡാണ് കൂടുതൽ ഞങ്ങൾക്ക് ഇന്ററാക്ഷൻ കിട്ടിയത്. അപ്പോൾ ദുൽഖർ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഫുള്ള് ബൗൺസേഴ്സ് ആയിരിക്കും. പുള്ളി നടന്നു വരുമ്പോൾ ഫുൾ ഫാൻസാണ്. നമുക്ക് ഭയങ്കര രസമല്ലേ കാണാൻ. ഫുൾ ഫാൻസ് വരുന്നു, പുള്ളിയൊക്കെ മാറ്റി പുള്ളി കയറി ഇരിക്കുന്നു. പുള്ളി സിംപ്ലസ്റ്റ് ഓഫ് സിംപ്ലസ്റ്റ് മനുഷ്യനാണ്. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര കൂളാണ്, ചില്ലാണ്. നമ്മൾ സംസാരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ വർത്താൻ പറഞ്ഞാൽ പുള്ളി വർത്താൻ പറയും. ഒരു ചാട മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആരെങ്കിലും ക്രോസ് ചെയ്യുമ്പോൾ ദുൽഖറെ കാണുമ്പോൾ അവർക്ക് അതിശയല്ലേ. അതുപോലെ പുള്ളി കാണാൻ വിളിക്കും. വിളിച്ചേ ആ കൂടെ പുള്ളി അല്ലേ ഞാൻ എന്നാൽ ദുൽഖറാണ് അങ്ങനൊന്നും വിളിക്കില്ല. ഭയങ്കര സിമ്പിളായ മനുഷ്യൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സണാലിറ്റി ദുൽഖറിൻ്റെ. കാരണം ഞങ്ങളൊരു പടം ചെയ്തപ്പോൾ ഈ ആഡ് ചെയ്യാൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ആ പടം കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. അതിന് ആകെ ഒരു സീനുള്ളൂ സെല്യൂട്ട് ചെയ്യാൻ. പുള്ളി അത് എന്നെ ഹാപ്പിയാക്കാൻ പറഞ്ഞാൽ എനിക്കറിയാം. കാരണം അത് പുള്ളിക്ക് പറയേണ്ട ആവശ്യമില്ല. അത് പുള്ളി ഓർത്ത് പറഞ്ഞ പുള്ളിയുടെ മര്യാദയാണ്. ഞാൻ പറഞ്ഞ പുള്ളി അവിടെ നിൽക്കാം, ആ കണ്ടുട്ടോ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞ ക്വാളിറ്റി. മമ്മൂക്കനെ കുറിച്ചും പറയാറുണ്ട് അല്ലെ? മമ്മൂക്ക ഇങ്ങനെ ചെറിയ ചെറിയ റോള് ചെയ്താൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പിന്നെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാഴ്ച ചെയ്യാൻ ചെല്ലുമ്പോൾ ഞാൻ കൈരളിയിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ നമുക്ക് ഞങ്ങൾ ചെയ്ത അടുക്കളപ്പുറം എന്ന പ്രോഗ്രാം, നിന്റെ പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ട്, ഗംഭീരമായിട്ട് ചെയ്യേണ്ടത് അത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അന്നേരം മാധവക്കുട്ടി അമ്മേന്റെ ഒരു ഡോക്യുമെന്ററി ഞാൻ ACVയിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ഞാനായിരുന്നു മാധവക്കുട്ടിയായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലും കണ്ടിരുന്നു എന്നുള്ള. അത് പറഞ്ഞാൽ മാധവക്കുട്ടിയായിട്ട് ചെയ്യില്ലേ, അത് നമ്മൾ വീട്ടിലൊക്കെ കാണാറുണ്ട്, വൈഫൊക്കെ കാണാറുണ്ട്, മോള് കാണാൻ നന്നായിട്ട് ചെയ്യണ്ട്. ഞാൻ ഈ പ്രോഗ്രാം അതുപോലെ ACVയിലെ ആ പ്രോഗ്രാം പോലും പുള്ളി അന്ന് ACV ഉണ്ടായിരുന്നല്ലോ, അതുപോലും കാണാറുണ്ടെന്ന് ഞാൻ ഞെട്ടിപ്പോ. അത് പിടിച്ച് നമ്മളോടെ നമ്മളെ കാണുമ്പോ അത് കാണാറുണ്ടായിരുന്നു, കണ്ടു നന്നായിട്ടെന്ന് പറയുമ്പോ അത് നമ്മൾ ഞെട്ടിപ്പോകും. തിരക്കിനിടയിൽ എങ്ങനെയാണ് ഈ സമയം? ഞാനത് എപ്പോഴും ആലോചിക്കുന്നത്. ഞാനൊരു പടത്തിന് ലോഞ്ചിന് മമ്മൂക്കയാണ് വന്നത്, ഓട്ടോ ലോഞ്ചിന്. അപ്പൊ എനിക്കന്ന് പുള്ളിനെ വ്യക്തിപരം അറിയില്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് മമ്മൂക്ക. നമ്മൾ കണ്ടിങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുക. പുള്ളി ഇപ്പോൾ എന്നോട് മൈക്ക് പറയാണ്, എനിക്കിവിടെ മിക്കവരും എനിക്കറിയില്ല, ചൊരാൾ എനിക്കറിയാം, അയാൾ എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, എനിക്ക് എൻ്റെ കിളി പോയി. പുള്ളിക്ക് എന്നെ അറിയാം. നമ്മൾ പരിചയപ്പെട്ടില്ല ഒന്നുമില്ല, പക്ഷെ പുള്ളിക്ക് അറിയാം. അത്രയും അപ്ഡേറ്റഡ് ആണ്. മിനി സ്ക്രീന് പോലും പുള്ളി വാച്ച് ചെയ്യുന്നുണ്ട്. ഉപ്പുമുളകിന്റെ ഭയങ്കര ഫാനാ. ഉപ്പുമുളകിന് ഭയങ്കര ഫാനാ. ഞങ്ങൾ അപ്പുറത്ത് ഷൂട്ടിങ്ങിന് 2 പ്രാവശ്യം ഷൂട്ട് ഉണ്ടായിരുന്നു മമ്മൂക്കാന്റെ. അപ്പോഴൊക്കെ ഞങ്ങളെ അങ്ങോട്ട് വിളിപ്പിക്കും. ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയില്ലെങ്കിൽ മമ്മൂക്ക എന്ന് വരാൻ ഞാൻ ചോദിക്കും. എല്ലാവരും കൂട്ടിട്ട് പോകും. അതായത് അത്ര ഇഷ്ടമാണ്. ആദ്യം ഞങ്ങൾ കാണാൻ പോയി, ഫസ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ കാണാൻ പോയിരുന്നു. അപ്പൊ പിന്നെ രണ്ടാമത് പിന്നെ ഒരു ദിവസം ഇപ്പുറത്ത് ഷൂട്ട് വന്നു. അപ്പൊ വീണ്ടും കാണാൻ പോകുമ്പോൾ നമുക്ക് എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അയ്യോ എന്ത് വിചാരിക്കും, പിന്നെ ശല്യം വന്നാണെന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയില്ല. അപ്പൊ ആളെ പറഞ്ഞിട്ട് എന്താ അവര് വരാനേ വരാതെ പറ. അത്രയും സിമ്പിളാണ്. എനിക്കൊന്നും അങ്ങനത്തെ ഒരു അനുഭവം വേറൊരു നടനൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരോടും പറയാനാ പറയണേ, ഒരാളോടല്ല പറയണേ, എല്ലാവരോടും പറയാനാ. അത്രയും പുള്ളി ഇപ്പൊ നമ്മളിപ്പോ അമ്മയുടെ മീറ്റിങ്ങിന് ഞാനും ബീച്ചായിട്ട് ചെന്നപ്പോ അവിടെ ചെന്നപ്പോഴും പുള്ളി ഫോട്ടോ എടുക്കണ്ടേ എന്നുവെച്ചാൽ നമ്മൾ പേടിച്ചിട്ടാ ചെല്ലാണ്ടിരിക്കട്ടെ. നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കണതേ, നമ്മളിങ്ങനെ നമുക്കിരിക്കണം. അപ്പൊ പുള്ളിക്കറിയാൻ പറ്റില്ല നമ്മൾ നോക്കണ. നമുക്ക് പേടിച്ചിട്ട് അവരതിന്ന് പുള്ളിക്കറിയാം, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. അപ്പൊ പുള്ളി ഫോട്ടോ എടുക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ നമ്മള് വീട്ടിലെല്ലാം നമ്മളെ കാർന്നവര് വിളിക്കുന്ന ആ ഒരു ശരിക്കും അതെ വളരെ അപൂർവം ആൾക്കാരല്ലോ കേട്ടോ അങ്ങനത്തെ. ചില ആൾക്കാർ ഞാൻ സത്യം തുറന്നു പറയാം, ചില ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതാ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ എന്നുള്ള രീതിയിൽ നോക്കുന്ന ആർട്ടിസ്റ്റുകളും ഉണ്ട്. നമ്മൾ നമസ്തേ പറഞ്ഞാൽ പോലും ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട് അല്ലേ. അതിപ്പോ ഞാൻ തുറന്ന് പറഞ്ഞതെന്ന് വെച്ചാല് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നുമില്ലേലും ഒരേ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പൊ കാണുമ്പോ ഒരാള് നമസ്കാരം പറയുമ്പോ നമസ്കാരം പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ചിരിയെങ്കിലും തരാം. അതുപോലെ ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ചോട്ടാ മുംബൈയിലെ ഒരു സീന് കണ്ടപ്പോ ഞാൻ ചേച്ചിയെ കണ്ടു. ചോട്ടാ മുംബൈയില് കലാഭവമണിന്റെ വൈഫായിട്ട് വരുന്ന ചേച്ചിയല്ലേ, ആ ഒരു സീന് അത് ഭയങ്കര രസമുള്ളൊരു സീനായിരുന്നു. അതില് ചേച്ചി പെട്ടെന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതെന്താന്നറിയോ, നമുക്ക് മുടി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ മുടി കമ്പി വെച്ചാ പിന്നി വെച്ചേക്കണത് മണിച്ചേട്ടന്റെ അമ്മയുടെ.
അപ്പൊ ഈ മുകേഷ് ഏട്ടന്റെ അമ്മയാണ് ആ ക്യാരക്ടർ. അതിങ്ങനെ ബാക്കിൽ ചിരിച്ചു സത്യം, നമുക്കറിയാതെ ചിരിവെന്ന് തോന്നും. അതിപ്പോ കുമ്പളയിലും ഞാൻ ചിലപ്പോഴൊക്കെ ചിരിക്കും, ചിലപ്പോഴൊക്കെ ചിരിക്കും. നല്ല രസമായിരുന്നല്ലോ ആ ഡയലോഗ് ഡെലിവറി ഒക്കെ. അത് കണ്ടപ്പോ ശരിക്കും തോന്നി വട്ടല്ലേ അതിനകത്ത്, പുള്ളിക്കാരി അതിനകത്ത് വട്ടാണല്ലോ. അപ്പൊ ഭയങ്കര രസമായിട്ട് ചെയ്തു അല്ലേ അത്. അവരൊക്കെ പിന്നെ ഡ്രാമയിലൊക്കെ ഭയങ്കര എക്സലന്റ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ. അതെ അതെ, ഏത് ക്യാരക്ടർ ചെയ്താലും അത് നന്ദനത്തിലെ ക്യാരക്ടർ കണ്ടില്ലേ, അതെ, ഏത് ക്യാരക്ടർ ചെയ്താലും ഭയങ്കര ഗംഭീരമായിട്ടാണ്. ശരിക്കും ആ ആന്റിയൊന്നും സിനിമ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ അല്ലേ. ഭയങ്കര ഗംഭീര ക്യാരക്ടർ സിനിമയിൽ ചെയ്യാമായിരുന്നു. ഡയലോഗ് ഒക്കെ സ്പോണ്ടേനിയസ് ആയിരുന്നോ? ആ ഡയലോഗ് ഒക്കെ ചേച്ചി പറയുന്ന ചോട്ട മുംബൈയിലെ ആ ഡയലോഗ് ഒക്കെ, നിന്റെ അച്ഛനൊക്കെ ചോര തുപ്പിയോ മരിച്ചെന്നൊക്കെ പറയുന്ന സാധനം. അതെ അതെ അതെ, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. സ്പോട്ടല്ല ഏതിലും ചോട്ട മുംബൈയിൽ അവര് പറയുന്ന അല്ലാതെ തന്നെ. ഹേമന്തിലേക്ക് വരികയാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഓർഡിനറിയിലേക്ക്, അതൊരു ചെറിയ റോളാണ്, ഒരു ചെറിയ സീൻ, എന്നിട്ടും അത് അഭിനയിക്കാമെന്ന് തോന്നാനുള്ള ഒരു കാരണം എന്തായിരുന്നു? പക്ഷേ എന്താ പറയുക, എന്നെ ഇപ്പോൾ ആൾക്ക് തിരിച്ചറിയുന്നത് ആ പടം വെച്ചിട്ടാ. കാരണം ആ പടത്തിൽ ചില സിനിമകളുണ്ട്, നമുക്ക് റോൾ ചെറുതായാലും നമ്മുടെ ആ ത്രൂഔട്ട് പടത്തിലുണ്ടാവും. ഇപ്പൊ ആ പടത്തിന്റെ കഥ എന്റെ മരണ പടത്തിന്റെ കഥ അല്ലേ, ആ ക്യാരക്ടർ മരിക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്. ചില ക്യാരക്ടേഴ്സ് കാണും നമ്മൾ ഒരുപാട് അഭിനയിച്ചിലേക്ക് പോലും നമ്മൾ ആ ക്യാരക്ടർ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ടാവും. ആ സിനിമ എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയും, കാരണം ആൾക്കാർ മനസ്സ് തങ്ങിക്കും. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരുപാട് സിനിമ അഭിനയിക്കുന്നതിനും സക്സസ്ഫുൾ സിനിമയുടെ ഭാഗമാണ് എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഒരു 30 സിനിമ അഭിനയിച്ചിട്ടുണ്ടോ, പക്ഷെ ആൾക്കാർ ഇപ്പോഴും എന്നെ ഓർക്കുന്നത് ചിലപ്പോൾ ഓർഡിനറി അല്ലെങ്കിൽ ഡോക്ടറിലോ എന്നെ പെട്ടെന്ന് ഓർക്കുക ആൾക്കാർ. സിനിമ അറിയുന്നുണ്ടോ, പക്ഷെ ഇത് പെട്ടെന്ന് ഓർക്കാൻ. അത് കാരണം വെച്ചാൽ ആ സിനിമയുടെ ക്വാളിറ്റിയും ആ ക്യാരക്ടറിന്റെ ക്വാളിറ്റിയാണ്. ഒരു വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ 5 മിനിറ്റ് ഉണ്ട് സിനിമയിൽ, അത് ആ ക്യാരക്ടറിന് ഒരു മാർക്ക് ഉണ്ടാവും അവിടെ. ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ത്രൂ ഔട്ട് സിനിമ വേണമെന്ന് ഞാൻ വെച്ച ആളല്ല. നല്ല ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യണം. നല്ല സിനിമ, നല്ല ആർട്ടിസ്റ്റ് കൂടെ നല്ല എക്സ്പീരിയൻസ് ആയി കൂടെ ചെയ്യണം. ഞാൻ ആഗ്രഹമാണ്. അതുപോലെ ചേച്ചിയുടെ ഈ മൈ ബോസിലെ ഒരു ക്യാരക്ടർ, സ്നേഹ എന്ന് പറയുന്ന ക്യാരക്ടറും പെട്ടെന്ന് മനസ്സിൽ തങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്രൂ ഓർക്കുന്നുണ്ടോ? ആ ഒരു ക്രൂവും അത്, കാരണം ദിലീപേട്ടന്റെ കൂടെയൊക്കെയാണ് കോംബോ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള മൂവിയാണ്. ഭയങ്കര രസമുള്ള ലൊക്കേഷനാണ്. ദിലീപേട്ടനല്ലേ എൻ്റെ അമ്മ, ഷാജോണ്ടും ദിലീപേട്ടനും ഒരു രക്ഷയില്ല. നമുക്ക് എപ്പോ നോക്കിയാലും നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തീരുന്നിടം വരെ ചിരിയാണ്. അത് തന്നെയായിരുന്നു ലൊക്കേഷനിലോ, അങ്ങനെ തന്നെയായിരുന്നു ലൊക്കേഷനും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ്. പിന്നെ ജിത്തു സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളൊരു വലിയ കാര്യമാണ്. കാരണം നിങ്ങളുടെ ഡയലോഗ് ഡെലിവറി അങ്ങനെ തന്നെയായിരുന്നു. ഈ അവര് ദിലീപന്റെ സിനിമകൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കോമഡികൾ പുറകെ സംഭവിക്കാറുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഒരു രക്ഷയില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുള്ളി അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തത് എന്താ ഇടാൻ പോണെന്ന് പറയാം. പക്ഷെ ഭയങ്കര രസമാണ് ചെയ്യാൻ, നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര അത്രയും മൈൻഡ് അത്രയും വർക്ക് ചെയ്യുന്നതാണ് ദിലീപേട്ടനൊക്കെ. അവർ ഫുൾ ടൈം സിനിമ നന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി വരും പലതും. അത്രയും ഡെഡിക്കേറ്റഡ് വരുന്ന സംഭവങ്ങളൊക്കെ. ചട്ടക്കാരി എന്ന് പറയുന്ന സിനിമ അത് ഇന്നായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആക്സെപ്റ്റൻസ് കിട്ടിയെന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? തോന്നുന്നില്ല. കാരണം എന്താ പറയുക, ആ സിനിമ ആക്ച്വലി രജനീകാന്ത് പോലെ സിനിമ റീമേക്ക് ആയിരുന്നു. അതിനകത്ത് ഒരുപാട് സെൻഷ്വൽ എലമെന്റ്സ് ഉണ്ടായിരുന്നു. ചട്ടക്കാരിയും പണ്ടെടുത്തപ്പോൾ അങ്ങനത്തെ സിനിമ ആയിരുന്നു, കുറച്ച് സെൻഷ്വൽ എലമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റീമേക്ക് ചെയ്തപ്പോൾ അത് ഭയങ്കര ക്ലാസ് സിനിമയുടെ റീമേക്ക് ചെയ്തത്. ഒരു അങ്ങനത്തെ ഒരു സെൻഷ്വൽ എലമെന്റ്സോ അങ്ങനത്തെ ഇന്റിമസി ഒന്നും കാണിച്ചിട്ടില്ല. വളരെ ക്ലീൻ ആയിട്ട് പോകുന്ന ഒരു പക്ഷേ ക്ലാസ് സിനിമയായിരുന്നു. പക്ഷെ അതിന്റെ ആ സമയത്ത് ആ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിരുന്നത് മറ്റ് എലമെന്റ്സ് ആയിരുന്നു. രജനീകാന്ത് പോലെ സിനിമയ്ക്ക് വന്ന പോലത്തെ കുറച്ചുകൂടി ഒരു ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഒക്കെ വേണമെന്നായിരുന്നു. അത് ചട്ടക്കാരില്ലായിരുന്നു. പക്ഷെ നല്ല പാട്ടുകളുണ്ടായിരുന്നു, നല്ല വിഷ്വൽസ് ഒക്കെ ആയിരുന്നു. റീമേക്ക് സിനിമ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വർക്കാവുന്നുള്ളൂ. ഇപ്പൊ അത്രയും പുതിയ കണ്ടന്റ്സ് വന്നോണ്ടിരിക്കല്ലേ, ഇപ്പോൾ വർക്കാവും എനിക്ക് തോന്നുന്നില്ല. ആ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിക്കുമ്പോഴോ അല്ല അഭിനയിച്ചു കഴിഞ്ഞപ്പോഴോ നെഗറ്റീവുകൾ വന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണമായിരുന്നു എന്ന ചോദ്യം. അത് ഒന്നാമത് വലിയ ബാനറാണ്, ഒരു സാധാരണ ബാനറല്ല ആ സിനിമ. മറ്റേ സുരേഷ് സാറിന്റെ ബാനറാണ് സിനിമ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡയറക്ട് ചെയ്യുന്നത് അത് ഒറിജിനൽ ചെയ്ത ആളുടെ മകൾ ഡയറക്ട് ചെയ്യുന്നത്. നല്ല കൂടെ കോഡ്സിലൊക്കെ നല്ല ആൾക്കാരാണ്. അപ്പൊ അതങ്ങനെ ഒരു മോശം സിനിമയല്ല. നമ്മൾ എടുത്തുമ്പോൾ പടം ഭയങ്കര ക്ലാസ് സിനിമയായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു. അതൊരു മോശം സിനിമയല്ല വന്നത്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ചട്ടക്കാരി വാസ് മോർ ഓഫ് എ സെൻഷ്യൽ സിനിമ. പക്ഷെ പിന്നെ അത് വന്നപ്പോൾ നമ്മൾ ഭയങ്കര ക്ലാസി ഒന്നുമില്ല, വളരെ ബാലൻസ് ഒന്നുമില്ല, ഭയങ്കര നീറ്റായിട്ടുള്ളൊരു ഇമോഷൻസോടെ പറഞ്ഞ സിനിമയുടെ എടുത്തുള്ളത്. അതങ്ങനെ തരേണ്ട ആവശ്യമില്ല. പിന്നെ പാട്ടൊക്കെ ഹിറ്റാണ്. അതൊക്കെ ഭയങ്കര കൃഷ്ണഭക്തിയാണ് കേട്ടിട്ടുണ്ട്. ഒരു ഗുരുവായൂർ പോയപ്പോൾ അങ്ങനെ കൃഷ്ണനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജീവിതം മാറ്റിമറിച്ചൊരു വിഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു കഥ എന്ന് പറയുന്നത്? ഒന്നുമില്ല, അന്നൊന്നും ഞാനിങ്ങനെ അഭിനയിക്കാനൊന്നും അങ്ങനെ ഇറങ്ങിയ സമയമൊന്നുമല്ല. ജസ്റ്റ് എന്തൊക്കെയോ 1-2 ചെറിയ ചെറിയ കുഞ്ഞു ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് കയ്യിൽ പൈസയൊന്നും ഇല്ലാണ്ടാണ് കുട്ടികളെയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി. തിരിച്ചു വരാനുള്ള വണ്ടിക്കാശ് മാത്രമേ ഉള്ളൂ, അതും ട്രെയിനിൽ വരാനുള്ള വണ്ടിക്കാശേ ഉള്ളൂ. വന്നിറങ്ങിയിട്ട്
ഓട്ടോയ്ക്ക് പോകാം വീട്ടിലേക്ക്. കലൂർ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് വീട്ടിൽ പോകാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലുള്ളൂ. ഞാനും ഉണ്ട്, കുട്ടികളും ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നടന്ന് വരണ വഴിക്ക് ഒരു കടയിൽ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കണ്ടു. ഭയങ്കര അട്രാക്റ്റീവ് കേട്ടോ. അതായത് കൃഷ്ണൻ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്, പുള്ളി അവിടെ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ആ ഒരു വിഗ്രഹം മാത്രമേ അങ്ങനത്തെ ഉള്ളൂ അവിടെ. ഒരു സാധാരണ എല്ലാം അവിടെ കൊള്ളില്ല. ഇതൊരു വെണ്ണക്കലവും പിടിച്ചിട്ട് ഒരു കുട്ടി നിൽക്കുകയാണ്, കലവും പിടിച്ചിട്ട് വെണ്ണ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് വാങ്ങണമെന്ന്, ഭയങ്കര ആഗ്രഹം വാങ്ങാൻ. അപ്പോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പൈസ ഇല്ല കുട്ടികളെ കൊണ്ട്. പിന്നെ ഞങ്ങൾ ബസ്സിന് പോകേണ്ടി വരും, അത്രയും ചില്ലറയുള്ളൂ കയ്യിൽ. അപ്പോൾ എൻ്റെ ഈ ആഗ്രഹം എനിക്ക് അത് കളഞ്ഞിട്ട് പോകാൻ എനിക്ക് തോന്നണില്ല. അപ്പോൾ എന്തായാലും വില പേശി അത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പോയ കുട്ടിയെ കൊണ്ടുപോയില്ല, അതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് പോയി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബസ്സിലാണ് കലൂർ ഇറങ്ങിയിട്ട് ബസ്സിൽ തന്നെ കയറി. ബസ്സിൽ കൃഷ്ണനെ ഇങ്ങനെ വെച്ചിട്ട് പോയെ വീട്ടിൽ ചെന്നിറങ്ങി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നടക്കാനുണ്ട് കുറേ വീട്ടിലേക്ക്. പിന്നെ അവിടെ നിന്ന് നടന്ന് ഈ കൃഷ്ണനെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് പോയി. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോലും പിന്നെ പൈസ ഒന്നും ഇല്ല, കയ്യിലെല്ലാം തീർന്നു. പക്ഷെ എന്നാലും ആ കൃഷ്ണനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ജീവിതം മാറി. പിന്നെ എൻ്റെ ലൈഫ് അങ്ങനെ മാറി. പിന്നെ എൻ്റെ ലൈഫിൻ്റെ പോക്ക് വേറെ റൂട്ടിലേക്കായിരുന്നു. ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് കയറിപ്പോയി. ആ കൃഷ്ണൻ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ ഒരു വിശ്വാസമാണത്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എനിക്കങ്ങനെ ഒരു മകൻ ഉണ്ടായപ്പോൾ എൻ്റെ ജീവിതത്തിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഈ കുറച്ച് ഈ ഡോക്ടർ ലവ് കാര്യം അതിനൊക്കെ ശേഷം വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഹേമന്തിന്റെ വിവാഹമൊക്കെ കഴിയുമ്പോൾ ആളുകൾ അയ്യോ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച ആളുകൾ കമന്റ് ഇടുക വരെ ചെയ്തിരുന്നു. ആ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഭയങ്കരമായി ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഫാൻ മൊമെന്റ്സ് ഏതെങ്കിലും ഉണ്ടോ? അതായത് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇതെല്ലാം കുറച്ചൊരു ഇന്നസെന്റ് ക്യാരക്ടേഴ്സാണ് ഈ പറഞ്ഞ ഡോക്ടറും ഓർഡിനറൊക്കെ. അപ്പോൾ കുറച്ച് ആ സമയത്തുള്ള കുറച്ച് ഈ കോളേജ് കുട്ടികളൊക്കെ സംസാരിക്കാറുണ്ട്, അവരെ കാണുമ്പോൾ ഭയങ്കര കുറേ ഇനോഗ്രേഷൻസ് ഒക്കെ പോകുന്നു, കോളേജ് ഇനോഗ്രേഷനൊക്കെ പോയിരുന്നു. അപ്പോൾ ആൾക്കാർ വരുന്നു, ഓട്ടോഗ്രാഫ് അന്ന് ഓട്ടോഗ്രാഫാണ്, നമുക്ക് ഈ സെൽഫി അത്ര വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല മെമ്പേഴ്സ് ഡെഫിനറ്റ്ലി. പിന്നെ ആൾക്കാർ നമ്മളോട് പറയുന്നതും ഇഷ്ടമെന്ന് പറയുന്നതൊക്കെ എങ്ങനെ ആരാധകരെ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണ്? ഇതൊക്കെ ഈ ഇതെന്ന് പറയാൻ എപ്പോഴും മൊമെന്ററി അല്ലേ. നാളെ നമ്മൾ മോശം അവരെ നമ്മൾ മറക്കത്തുള്ളൂ, അല്ല ഭയങ്കരമായിട്ട് ലോങ് ടൈം ഒന്നുമല്ല. പക്ഷെ ആ സ്നേഹം നമ്മൾ എൻജോയ് ചെയ്യുന്നു, തിരിച്ച് നമ്മൾ അതൊക്കെ പോസിറ്റീവ് എനർജി കൊടുക്കുന്നു പോകുന്നതല്ലാതെ നമ്മളെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോശമായി പോകും. നമ്മളതിനെ എൻജോയ് ചെയ്യാം, അവരെ ഹാപ്പി ആക്കാൻ പോകാം. ഈ ആക്സിഡന്റലി വന്നതുകൊണ്ട് തന്നെ സിനിമകൾ ചൂസ് ചെയ്യുന്നതിലും അതുപോലെ അതിൽ അഭിനയിക്കുന്നതിലും ഒക്കെ കുറച്ചുകൂടി പക്വത അല്ലെങ്കിൽ കുറച്ചുകൂടി ചിന്തിക്കേണ്ടിയിരുന്നു, തീരുമാനിക്കേണ്ടിയിരുന്നു എന്നൊക്കെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ഡെഫിനറ്റ്ലി. കാരണം എനിക്കൊന്നും അറിയില്ല, ഞാൻ അത്ര യങ്ങർ ഏജിലാണ് നിൽക്കുന്നത്. അപ്പം എനിക്കൊന്നും അറിയില്ല, ലൈക്ക് എനിക്ക് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എനിക്കൊന്നും അറിയില്ല. അത്ര ഒരു 10-20 വയസ്സേ ഉള്ളൂ. നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല, ഒരു ഗോഡ് ഫാദർ അങ്ങനെ ആരുമില്ല, ചോദിക്കാൻ ആൾക്കാരില്ല. അപ്പം എന്നെ സംബന്ധിച്ചാലും കഥ കേൾക്കും, എനിക്ക് അന്ന് ഓക്കെ ഞാൻ പടം ചെയ്യും. അത്രയല്ലാതെ എനിക്ക് ഒരുപാട് അങ്ങനെ തിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സിൽ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിക്കുന്ന സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു ലൈഫിലെ എക്സ്പീരിയൻസേ കാണുന്നുള്ളൂ. നമ്മൾ ഒന്നിനെ തിരിഞ്ഞു നോക്കിയിട്ട് അയ്യോ അത് വേണ്ടെന്ന് തിരിഞ്ഞ ആളല്ലേ ഞാൻ. കഴിഞ്ഞു അല്ല ഞാൻ അത് ഓർത്തിട്ട് അന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ ആളല്ലേ ഞാൻ. നല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായി പോകുന്ന ആളാണ് ഞാൻ. ഇനി എന്ത് ചെയ്യാന്ന് മാത്രമേ ആലോചിക്കാറുള്ളൂ. നാളെ ഇനി ബെറ്റർ മൂവീസ് വരും ചെയ്യും. നല്ലത് അങ്ങനെ. നമ്മള് മുന്നിലൊരാളുണ്ട്, അതാ യാത്ര നമ്മള് കറക്റ്റ് പഴയ കാലം. അതുപോലെ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി പലയിടങ്ങളിലും ഒരു സ്ത്രീ അതിജീവിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ അവൾ അതിജീവിക്കുമ്പോൾ അവൾക്കൊപ്പം വേണം എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒരു അതിജീവനത്തിൽ അവൾക്ക് കരുത്താവുക ഇന്ന കാര്യങ്ങളാണ് എന്ന് ചേച്ചിക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടേതായ ഒരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർ നമ്മൾ എവിടെ പോയാലും മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചല്ല ജീവിക്കണേ, നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു അത് ചെയ്യുക. അതുപോലെ എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യം ചേച്ചി പറയാറുണ്ട്. ഈ ഒരു എഡ്യൂക്കേഷന്റെ പ്രാധാന്യം ചേച്ചി പറയാറുണ്ട്. വിവാഹമല്ല, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത്. വേണ്ടോ, ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, അവർക്ക് വിവാഹമൊന്നും ഒരു പ്രശ്നമല്ല. ഇൻഡിപെൻഡന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനല്ലേ ആളാലും പെണ്ണായാലും. അല്ലെങ്കിൽ അവർക്ക് ഒരാൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ ഭയങ്കര മോശമാണ്. നമ്മളിപ്പോ നമ്മൾ ജനിക്കുന്നത് വിവാഹം കഴിച്ച് ജീവിക്കാനല്ല, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം. അത് നമ്മൾ എങ്ങനെ ജീവിക്കുമ്പോഴാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ചിലപ്പോൾ ഒരാൾക്ക് വിവാഹം കഴിച്ചാൽ സന്തോഷം ഉണ്ടാവുള്ളൂ, വിവാഹം കഴിക്കണം. അതല്ല എനിക്ക് സ്വന്തമായി ജോലി ചെയ്ത് വിവാഹം കഴിക്കാതെ ജീവിക്കാനാണ് ആഗ്രഹം, എന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ മാരീഡ് ആയ ആളാണ്, എനിക്ക് കല്യാണം കഴിച്ച ആളാണ്. എൻ്റെ വൈഫ് ഇപ്പോൾ ലണ്ടനിലാണ്. ഞാൻ പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത്, പുള്ളിക്കാർക്ക് കരിയർ ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആണ്, അവർക്ക് അവരുടെ ഡ്രീംസ് ഉണ്ടാവും, അത് പെർസ്യൂ ചെയ്യുക. അല്ലാതെ ഒരുമിച്ച് ചിലർ പറയും എന്റെ ഒരുമിച്ച് തന്നെ നിൽക്കണം, അതൊക്കെ ഡ്രാമാറ്റിക് കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പൊ ഇല്ല കേട്ടോ. പെൺകുട്ടികൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ഞാൻ മനസ്സിലാക്കി. അവർക്ക് ചിലപ്പോൾ ആണുങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടാവും,
അപ്പൊ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ആസ് എ ഹസ്ബൻഡ് ആസ് എ പാർട്ട്ണർ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അത് എനിക്കൊന്നും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലൈഫിലൊരു കൂട്ട്, വിവാഹം എന്നുള്ളത് ലൈഫിലൊരു കൂട്ട് മാത്രം. രണ്ടുപേർക്കും രണ്ട് ഇഷ്ടങ്ങളായിരിക്കും, രണ്ടുപേർക്കും സ്വാതന്ത്ര്യം വേണം. ഇപ്പോൾ ഒരാള് ഇപ്പോൾ ഓഷോയുടെ ഒരു ചെറിയൊരു ബുക്കാണ് സ്നേഹം, സമത്വം, സ്വാതന്ത്ര്യം. ചെറിയൊരു ബുക്കാണ് അത്. നമുക്ക് വായിക്കാൻ നമുക്ക് കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാവർക്കും സ്നേഹം ആവശ്യമാണ്, സ്വാതന്ത്ര്യവും വേണം. അതിൻ്റെ ഒപ്പം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചിങ്ങനെ അമുക്കി വെക്കാൻ പറ്റില്ല അല്ലേ? സമത്വം വേണം ഇല്ലേ? നമുക്ക് സമത്വം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ? ഇപ്പോൾ ഞാൻ പുരുഷനാണ്, നീ സ്ത്രീയാണ്, അങ്ങനെ ശരിയാവാ? ഞാൻ സ്ത്രീയാണ്, നീ പുരുഷനുമാണ്, ഓക്കെ. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമൊക്കെ ഇഷ്ടങ്ങൾ ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അത് വേറെ സത്യം. അതുപോലെ ഇന്റർവ്യൂ വൈറ്റപ്പ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഹേമന്ത് ഇങ്ങനെ പാട്ട് പാടി വരുന്നുണ്ടായിരുന്നു, ഓർമ്മകൾ വരും. 2 വർഷം വരെ പാടിയോ? ആ കോറിഡോർ പാടി വരും. അതെ, ഞാൻ നേരത്തെ പാടാനില്ല എന്നല്ലേ പറഞ്ഞേ? അറിയോ? പാടിക്കോളൂ. ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ, ഒന്നിച്ചുറങ്ങിയില്ലേ ഒന്നിച്ചുണർന്നില്ലേ ഒന്നെന്നറിഞ്ഞില്ലേ ഈ നമ്മൾ, എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലുമെന്നാലോ മറന്നൊന്നു പോകാനാകുമോ? ആശംസകളും. അപ്പൊ ജൂലൈ 5-ാം തീയതിയാണ് 5 റിലീസാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ എല്ലായിടും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് പറയാ, ഉപ്പുമുളക് നമ്മൾ കേരളത്തിലെ ജനങ്ങളാണ് വിജയിപ്പിച്ചത്. മലയാളികൾ മാത്രം വിചാരിച്ചപ്പോൾ ഹിറ്റായൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ആ ഒരു സപ്പോർട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എഴുത്തോല എന്ന മൂവിയും ഹിറ്റാവുള്ളൂ. അതായിരിക്കും എൻ്റെ ഇനിയുള്ള ഒരു ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അത് നിങ്ങളായിട്ട് വിജയിപ്പിച്ച് തരണം, ഇതെൻ്റെ അഭ്യർത്ഥനയാണ്.